നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണിനി വളരാതെയൊരു നല്ല മകനാവുക. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം. ഡോക്ടർ സജി കെ പേരാമ്പ്രയുടെ ആരു ഞാനാകണം എന്ന കവിതയുടെ അവസാന 4 വരിയാണ് ഇപ്പോൾ ചൊല്ലിയത്. നമ്മളൊക്കെ ജീവിതത്തിൽ ജനിച്ചു, അത് കഴിഞ്ഞ് മരണം വരയ്ക്കുള്ള ഒരു സഞ്ചാരം. അതിനുള്ളിൽ എന്തൊക്കെയോ ആകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എങ്ങനെയൊക്കെയോ പോകുന്നു. കുറേ ആളുകൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല വഴിപാടുകൾ അവശേഷിച്ച് കടന്നു പോകും. അങ്ങനെയുള്ളവരെ നമ്മൾ മഹാന്മാർ എന്ന് വിളിക്കും, ദൈവം എന്ന് വിളിക്കും. അവരൊക്കെ അവരുടെ മരണശേഷവും വരുന്ന തലമുറയുടെ ഹൃദയങ്ങളിൽ നന്നായി ഒരു താമരപ്പൂ വിടർന്നു നിൽക്കുന്ന പോലെ വിടർന്നു നിൽക്കും. അതിലേറെ എത്രയോ ആളുകൾ അവനവനും മറ്റുള്ളവർക്കും ഒരു ഗുണവുമില്ലാതെ കൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത്? എല്ലാവർക്കും ഒരുപോലെ മഹാന്മാരാകാനൊന്നും സാധിച്ചു എന്ന് വരില്ല. പക്ഷേ കുഞ്ഞു കുഞ്ഞു തൂവലുകൾ ഇവിടെയൊന്ന് പൊഴിച്ചിടാൻ സാധിച്ചാൽ നമ്മുടെയൊക്കെ ജന്മം കൊണ്ട് നമ്മൾ ധന്യരായി. അതിന് ഓരോരുത്തരും ജനിച്ചു കഴിഞ്ഞ് ബോധം വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഞാൻ ആരാണ്, ഞാൻ ആരാകണം എന്നാണ്. അതിൽ നിന്ന് ആ ചോദ്യത്തിന് നല്ലൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി എന്ന് പറയാം. ഇവിടെ കവി അത്തരത്തിലൊരു ഉണ്ണിയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഉണ്ണി ചോദിക്കുകയാണ് ആരു ഞാനാകണം എന്ന്. അച്ഛനോട് ആണ് ചോദിക്കുന്നത്. ചോദ്യം വളരെ അർത്ഥവത്താണ്. കാരണം ഏതൊരു കുട്ടിക്കും റോൾ മോഡൽ എന്ന് പറയുന്നത് അച്ഛനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായി ആ കുട്ടിയുടെ മനസ്സിൽ ആരാകണം എന്ന ചോദ്യം ഉയരുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക എൻ്റെ അച്ഛനെ പോലെ ആകണം എന്നാണ് കൂടുതൽ കുട്ടികൾക്കും. കാരണം അവരുടെ ഹീറോ അവരുടെ അച്ഛനാണ്. മാത്രമല്ല നല്ല രീതിയിൽ ഓരോ കുട്ടികൾക്കും അവരുടെ അച്ഛനെക്കുറിച്ച് അവരുടെ അമ്മ, ആദ്യ ഗുരുവാണ് അമ്മ. അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മോനെ നിൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് നീ വളരുന്നത് എന്നൊക്കെ അവരുടെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. എല്ലാ അമ്മമാരുടെയും കാര്യമല്ല, കുറേയേറെ അമ്മമാർ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മനസ്സിൽ ആദ്യമായിട്ട് ഒരു മോഡലായിട്ട് വരുന്നത് അച്ഛൻ തന്നെയാണ്. അപ്പം അച്ഛനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ കവി കുട്ടിയെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് ആരു ഞാനാകണമെന്ന്. അച്ഛൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവസാനം പറയുന്ന വരികളാണ് ഈ പറഞ്ഞത്. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണിനി വളരാതെ ഒരു നല്ല മകനാവുക. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, വളരാതെ ഒരു നല്ല മകനാവുക. ആ വളരാതെ എന്നുള്ള പ്രയോഗത്തെ കൂടി എത്ര അർത്ഥതലങ്ങളിലേക്കാണ് കവി നമ്മളെ കൂട്ടിക്കൊണ്ടു പോയതൊന്ന് ശ്രദ്ധിക്കുക. അച്ഛൻ അമ്മയ്ക്കും എത്ര ഉയരങ്ങളിൽ തൻ്റെ മകനെത്തിയാലും അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ തൻ്റെ ഉണ്ണിക്കുട്ടനായിരിക്കും. ഇവിടെ ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടി ചോദിക്കുന്നതായിട്ടാണ് കവി പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. പെൺകുട്ടികളാണെങ്കിലും അവർ ഏത് കുട്ടികളാണെങ്കിലും അവിടെ ലിംഗഭേദമൊന്നുമില്ല. പക്ഷെ ഇവിടെ കവി ചോദിക്കുന്നു, കുട്ടി ആൺകുട്ടി ആയതുകൊണ്ടാണ് ഉണ്ണി എന്ന് പറയുന്നത്. ഉണ്ണി എന്ന് മാത്രമേ അവിടെ അർത്ഥമുള്ളൂ. അവിടെ മറ്റുള്ള വ്യാഖ്യാനങ്ങളിലേക്കൊന്നും ഇല്ല. ആ കുട്ടി ആരായാലും, ആണായാലും പെണ്ണായാലും, എത്ര ഉന്നത പദവികളിൽ എത്തിയാലും
ആ അമ്മയുടെ മനസ്സിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ ആ നൈർമല്യത്തോടു കൂടി ഉണ്ടാവുക. കാരണം അവരുടെ ഹൃദയങ്ങളിൽ ആ ഉണ്ണിക്ക് എന്നും ആ നൈർമല്യത്തിൻ്റെ സ്ഥാനം ഉണ്ടാവണം, അവൻ എത്ര ഉന്നതിയിലെത്തിയാലും. അതുകൊണ്ടാണ് കവി അങ്ങനെ പറയണത്, വളരാതെ ഒരു നല്ല മകനാവുക. ഇനി ആരായാലും കൂടുതലൊന്നും പറയാനില്ല, അവിടെ ഒരു ഉപസംഹരിക്കുകയാണ്. ഇനി ആരോ ആയിക്കോട്ടെ, ആരായാലും ആ ഉള്ളതിൽ നല്ലതാവുക. കാരണം അതാണ് ഒരു അച്ഛനും അമ്മയ്ക്കും ഈ സമൂഹത്തിന് കൊടുക്കാനുള്ളത്. ഒരു അച്ഛൻ ഒരമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കെയർടേക്കറാണ്. ഞാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് വളർത്തുന്നുണ്ടെങ്കിലും ഒരു ജന്മം ഉടലെടുക്കുന്നതിൽ എൻ്റെ കുറേ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും സ്ഥാനമുണ്ടെങ്കിലും നല്ലൊരു ശതമാനം എൻ്റെ ചിന്തകൾക്ക് പുറത്തുള്ളതാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ജനിച്ച് ആ കുട്ടിയെ സംരക്ഷിച്ച് അവനെ നല്ലൊരു പൗരനാക്കി അവനെ ഈ സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ധർമ്മം. അങ്ങനെ കൊടുത്ത് ആ സമൂഹത്തിന് ഉപകാരമാകുന്ന വിധത്തിൽ ആ കുട്ടി പരിണമിച്ച് നല്ലൊരു പൗരനായി ഈ രാജ്യത്തിന് ഉപകാരമാകുന്ന വിധത്തിൽ തുടർ പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോഴാണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം ധന്യമാകുന്നത്. അപ്പം അതുകൊണ്ട് ആണ് അവസാനം അങ്ങനെ പറയുന്നത്, ആരായാലും, ചിലപ്പോൾ നീ ഡോക്ടറാവാം, എഞ്ചിനീയറാവാം, കർഷകനാവാം, അല്ലെങ്കിൽ പട്ടാളക്കാരനാവാം, കൂലിപ്പണിക്കാരനാവാം, അങ്ങനെ എന്ത് പ്രവൃത്തികളിൽ നീ ഏർപ്പെട്ടാലും അതെല്ലാം ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമാണ്. ഇവിടെ എല്ലാവരും വേണം. ഇതൊരു സമൂഹമാണ്. ഇവിടെ ഒരാൾക്ക് മാത്രമായി ഒരു നിലനിൽപ്പില്ല. എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആ സമൂഹത്തിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത്. അപ്പോൾ അവിടെ നീ ആരായാലും നല്ലതാവുക. ആ നല്ലതെന്നുള്ള പേരാണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്ത്, അവരുടെ സമ്പാദ്യം. ഇങ്ങനെ കവി വളരെ നല്ല വരികളെ കൊണ്ട് ആ കവിത മുഴുവൻ ഇവിടെ ചൊല്ലുന്നില്ല കേട്ടോ. അറിയുന്നവർ ആ കവിത ഒന്ന് ചൊല്ലി നോക്കുക. എത്ര ഭംഗിയായിട്ടാണ് ആ വരികൾ അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. വളരെ ലളിതമായിട്ട്, വളരെ അർത്ഥവ്യാപ്തിയോട് കൂടിയിട്ട്. ഇത്രയേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.